ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇക്കാക്കാടെ മോളുടെ കല്യാണമാണ്. എൻ്റെ മൂത്താപ്പാടെ മോൻ്റെ മോളുടെ കല്യാണം. അപ്പോൾ മേക്കപ്പിന് വേണ്ടിയിട്ട് പോകണം. അപ്പം ഞാൻ വെളുപ്പിനെ ഒരു 5:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് പോന്നു. ഇക്ക വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാനൊരു ഓട്ടോയ്ക്ക് പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ്. അപ്പോൾ വന്നപ്പം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഓർത്ത സത്യത്തിൽ ഞാനത് മറന്നും പോയിട്ടോ. അപ്പം നമ്മുടെ മേക്ക് ഓവറൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഒരു 6:45-7 ആയി. അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് ചെയ്യാനായിട്ട് പറ്റി. അവൾക്ക് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. നല്ലൊരു ക്യൂട്ട് നല്ല സുന്ദരി കുട്ടിയാണ് നമ്മുടെ ബ്രൈഡ്. അൻസില എന്നാണ് അവളുടെ പേര്. അപ്പോൾ എൻ്റെ വാപ്പച്ചിയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ മകൻ്റെ മോളാണ് അവൾ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഇക്കാക്ക എന്നെ ഇത്താത്തയുടെ വീട് വരെ കൊണ്ടുപോയി ആക്കിത്തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പിള്ളേരും ഇക്കായൊക്കെ വരും. അപ്പോൾ അവരവിടെ ഫോട്ടോ സെക്ഷനൊക്കെ നടത്തിയപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇക്കാക്ക എന്നെ ഇത്താത്തയുടെ വീട്ടിലേക്ക് എത്തിച്ചു. അപ്പം മേക്കപ്പ് ചെയ്യുന്ന വീഡിയോയൊക്കെ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിനൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും ഒരു അരമണിക്കൂറിനുള്ളിൽ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നു. ഞങ്ങളെല്ലാവരും കൂടേണ്ട കല്യാണമാണ്. ഞാനൊരുങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബ്രൈഡിൻ്റെ മേക്കപ്പൊക്കെ കഴിയുമ്പോൾ പിന്നെ ഞാൻ ആകെ ആവശ്യതയാവും. അപ്പോൾ പിന്നെ എനിക്ക് ഒന്നിനും മൂഡുണ്ടാവില്ല. മേക്ക് ഓവറും കല്യാണവും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഞാൻ ആകെ വല്ലാത്തൊരു കോലത്തിലൊക്കെ ആയിരിക്കും. കാരണം ഈ 2-3 മണിക്കൂർ നിന്നിട്ട് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തൊക്കെ കഴിയുമ്പോൾ പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും തോന്നൂല. അങ്ങനെ ഹോളിലെത്തി. അപ്പോൾ അധികാരം എത്തിയിട്ടുണ്ടായിരുന്നില്ല വന്നപ്പോഴേക്കും. പിന്നെ ഉമ്മിച്ചിയും നാത്തൂനും ഇക്കാക്കയും അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ നേരം അവരായിട്ടൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ കല്യാണച്ചെറുക്കൻ വരേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ ജിൻസാക്കും കൊച്ചിനൊക്കെ വേറെ കല്യാണം ഉള്ളതുകൊണ്ട് അവരങ്ങോട്ട് പോയി. അപ്പോൾ ചെറിയൊരു സൂഫി ഡാൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 11:45-12 ആയപ്പോഴേക്കും പയ്യൻ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യൻ. ആളും അവളെപ്പോലെ അവൾക്ക് ചേരുന്ന നല്ലൊരു സുന്ദരൻ മോൻ തന്നെയാണ് കേട്ടോ. പിന്നെ ചെറിയ രീതിയിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ സ്റ്റേജിലേക്ക് പോകുന്നതും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. റിസപ്ഷൻ്റെ വർക്കും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പോകുമ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാനും ഇറങ്ങണം. അത് ആലുവ മാളിയമ്പേടിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പം നമുക്കങ്ങനെ ഒരുപാട് ദൂരമൊന്നും പോകണ്ട. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെവിടെ കല്യാണം ഉണ്ടെങ്കിലും ഈ അളിയനോ ആരെങ്കിലും ഇക്കാക്ക കൂട്ടില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഇത് ഇക്കാക്കയുടെ മോനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും മൊത്തത്തിൽ ഉമ്മച്ചിയും നാത്തൂമാരും അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഇതൊക്കെ നമ്മുടെ മക്കളൊക്കെ തന്നെയാണ്. ആങ്ങളയുടെ മോൻ, പിന്നെ ഇത് എൻ്റെ വേറൊരു ഇത്താത്തയുടെ മകൻ. അപ്പോൾ സഞ്ജുവിന് എക്സാം ആയതുകൊണ്ട് അവൻ വന്നിട്ടില്ല. അപ്പോൾ അവനും ഇവനും ഒക്കെ ഒരേ ഏജും ഭയങ്കര കൂട്ടുകാരൊക്കെയാണ്. അപ്പോൾ അവൻ വരാത്തതുകൊണ്ട് അവൻ ബാക്കിയുള്ള കുട്ടികളൊക്കെ ആയിട്ട് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി. ഇതെൻ്റെ ബ്രദറാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ അവളോട് യാത്ര പറഞ്ഞിട്ട് നേരെ വീണ്ടും ഇത്താത്തയുടെ വീട്ടിലേക്ക് തന്നെ പോയി. എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കണം അവിടെ നിന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴേക്കും ഇവർ പോയി ഇറങ്ങിയിട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ആലുവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ കൂടണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇക്കാക്ക് വേറെ പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ റിസപ്ഷന് വേണ്ടിയിട്ട് കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് നിന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പണ്ടത്തെ പാല് കൊടുക്കൽ ചടങ്ങ് ഇപ്പോൾ അത് ജ്യൂസൊക്കെയാണ്. അപ്പം ഞാനപ്പം അവരെത്തിയ സമയത്ത് തന്നെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പേ ഞാൻ എത്തിയപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് ഇക്കയുടെ അമ്മായിയുടെയൊക്കെ വീട്. അപ്പം നമുക്ക് സമയമില്ലാതിരുന്നത് കൊണ്ട് അവിടെ പോകാനായിട്ട് പറ്റിയില്ല. ഒരു 5-6 വീട് അപ്പുറമാണെന്നൊക്കെയാണ് ഇക്ക പറഞ്ഞത്. പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് തീരെ ടൈം ഉണ്ടായിരുന്നില്ല. അവിടെ പോയാൽ കുറച്ച് സമയമൊക്കെ ഇരിക്കണമല്ലോ. അപ്പോൾ അങ്ങോട്ടൊന്നും പോകാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ അവളൊരു ക്രിസ്ത്യൻ ലുക്കാണ് നോക്കിയത്. അതായിരുന്നു ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റി. ഈ ഒരു ലുക്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു.
സിമ്പിളായിരുന്നു എന്നാൽ നല്ലൊരു ലുക്ക് തന്നെയായിരുന്നു. അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.